നമസ്കാരം. മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല. പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അടുത്തിടെയും നടന്റെ വിവാഹവും ഭാര്യ ഗോകുലയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. ബാലയുടെ അമ്മാവന്റെ മകളാണ് ഗോകുല. മുൻ ഭാര്യ അമൃത പറയുന്നതനുസരിച്ച് ബാലയുടെ 4ാം വിവാഹമായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം മുതൽ ബാലയും ഗോകുലയും മാത്രമല്ല അമൃത സുരേഷും വാർത്തകൾ നിറയുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ അമൃത നൽകിയ പരാതിയുടെ പുറത്ത് നടനെതിരെ പോലീസ് കേസെടുത്തത്. വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിൽ പറയുന്നു. മകളുടെ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട പേജ് മൊത്തത്തിൽ മാറ്റിയെന്ന് അമൃത ചാനലുകളോട് പ്രതികരിച്ചു. പിന്നാലെ ഇതാ ബാലയുടെ വക്കീലും ഭാര്യ ഗോകുലയും പങ്കിട്ട സ്റ്റാറ്റസാണ് വൈറലായി മാറുന്നത്. തന്റെ ഭർത്താവിനെതിരെ ഇനിയും മോശമായി പറഞ്ഞാൽ താൻ കേട്ടിരിക്കില്ല എന്ന് മുൻപൊരിക്കൽ ഗോകുല പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഗോകുല രംഗത്ത് വന്നത് എന്നതാണ് ആരാധകർ ആകാംക്ഷയോടെ നോക്കുന്നത്. ബാല വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടു, കോടതി തെറ്റിദ്ധരിപ്പിച്ചു, മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക വരെ പിൻവലിച്ചു എന്ന് ആരോപിച്ച് ബാലയ്ക്കെതിരെ അമൃത പരാതി നൽകിയിരുന്നു. കരാറിൽ 5ാം പേര് വ്യാജമായി ഉണ്ടാക്കി, മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു, പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു, ഇൻഷുറൻസ് തുക പിൻവലിച്ചു, ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം പിൻവലിച്ചു, വ്യാജരേഖമായി ഉണ്ടാക്കി, ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയത്. പിന്നാലെയാണ് ഗോകുലയുടെ സ്റ്റാറ്റസ്. സത്യമാണ് വിജയമെന്ന ക്യാപ്ഷനോടെയാണ് ബാലയുടെ വക്കീൽ രംഗത്ത് വന്നത്. നടന്റെ അഡ്വക്കേറ്റായി ഫാത്തിമ സിദ്ദീഖാണ് ബാലയുടെ പുതിയ ഫോട്ടോ പങ്കുവച്ചത്. കാറിലിരുന്ന് ഫാത്തിമയ്ക്കൊപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത് തംസപ്പ് കാണിക്കുന്ന ബാലയാണ് വൈറൽ ഫോട്ടോയിലുള്ളത്. ട്രൂത്ത് ഈസ് വിക്ടറി എന്നായിരുന്നു ഫോട്ടോയ്ക്ക് ഫാത്തിമ നൽകിയ ക്യാപ്ഷൻ. ബാലയുടെ പുതിയ ഭാര്യ ഗോകുലയും ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും സ്നേഹവും പിന്തുണയും അറിയിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. ബാലയുടെ ഫോട്ടോയ്ക്ക് താഴെ ഏറെയും നടനെ അനുകൂലിച്ചും അമൃതയെയും മകളെയും പരിഹസിച്ചുമുള്ള കമന്റുകളാണ് നിറയുന്നത്. ജീവനാംശം പുതിയ വരുമാന മാർഗമായി ചിലർ കാണുന്നുവെന്നാണ് ഒരാൾ കുറിച്ചത്. അച്ഛനെ വേണ്ടാത്തവർക്ക് എന്തിനാണ് അച്ഛന്റെ പണം? ബാല നല്ല കുടുംബജീവിതം നയിക്കുന്നത് കണ്ട് സഹിക്കുന്നുണ്ടാവില്ലെന്നുമെല്ലാം കമന്റുകളുണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന് പറഞ്ഞവർ എന്തിന് പണം ആവശ്യപ്പെടുന്നുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ബാല വിവാഹമോചന സമയത്ത് വെച്ച ഉടമ്പടികൾ പലതും തെറ്റിച്ചാണ് പെരുമാറിയിട്ടുള്ളതെന്ന് അമൃത മുമ്പും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ബാലയ്ക്കൊപ്പം ജീവിച്ചപ്പോൾ നേരിട്ട മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും അമൃത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. മോൾക്ക് അകപ്പാടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻഷുറൻസ് തുകയും 15 ലക്ഷം രൂപയുമായിരുന്നു. ആ പേജ് തന്നെ കാണാനില്ല. ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഇൻഷുറൻസ് തുക അടക്കം സറണ്ടർ ചെയ്തു എന്ന്. ഇതൊരു കേസായി മുൻപോട്ട് പോകണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ മോൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. ആകെ ഡിവോഴ്സിൽ പറഞ്ഞിരിക്കുന്ന തുകയാണ് 15 ലക്ഷം രൂപ. അത് അവരുടെ പഠനത്തിനും മറ്റുമായി കരുതിയതാണ്. കേസ് വന്നപ്പോഴാണ് ഡോക്യുമെന്റ്സിൽ കൃത്രിമം നടന്നു എന്ന് മനസ്സിലാകുന്നത്. ഇത്രയും കാലം മകളെ മുൻനിർത്തിയാണ് കഥകൾ വന്നിരുന്നത്. എന്നാൽ ആ പറയുന്ന മകൾക്ക് മുഴുവൻ ജീവിതത്തിലേക്ക് കൊടുത്തിരിക്കുന്ന തുക തന്നെ വളരെ തുച്ഛമാണ്. എന്നിട്ടും അത് പിൻവലിച്ചു എന്ന് കേൾക്കുന്നത് വിഷമമാണെന്നും അമൃത റിപ്പോർട്ട് ചാനലിൽ പറഞ്ഞിരുന്നു. കേസ് വന്നതോടെ ഇപ്പോൾ താൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ തനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അന്വേഷിക്കണം. കുറെ കേസുകൾ പിന്നെയും വന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ്. വളരെ മനോഹരമായി ഭാര്യയ്ക്കൊപ്പം ഞാൻ ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനാവില്ലെന്നുമാണ് ബാല ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്.